വൻ പൊളിയായിരുന്നു. വിസ്മയ തകർത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയുടെ ഡബിൾ കിട്ടിയായിരുന്നു. അടിപൊളി പടം. വിസ്മയ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്ന ആ ലെവലൊക്കെ ഉണ്ട്. ആ ഒരു ലെവലൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ രോമാഞ്ചമായിരുന്നു. ലാലയുടെ വന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലാലയുടെ കുറച്ച് നേരമേ ഉള്ളൂ, എന്നാലും അടിപൊളിയായിരുന്നു. അതുപോലെ ചെറിയ ചായയും കടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല തുടക്കം. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഡബിൾ കിട്ടി. ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോ നല്ലൊരു ഇംപ്രഷൻ, ഒരു എമോഷണൽ കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തു. ഉണ്ടായിരുന്നു. കൊള്ളാം. നല്ല ഗംഭീര സിനിമയാണ്. ഈ വർഷം ഇറങ്ങിയതിൽ ഒരു മികച്ച സിനിമ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് ഗംഭീര ത്രില്ലറായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് പ്യൂർ ആക്ഷൻ ത്രില്ലർ കിടിലായിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ ശാക്തീകരണ സംഭവമൊക്കെ സോഷ്യൽ അവയർനെസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരു വിസ്മയകരമായ തുടക്കം. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വിസ്മയം എന്ന് പറയുന്നത് നമ്മളെ ഇന്റർവ്യൂല് കണ്ട് ഇതല്ല മാർഷൽ ആർട്സ് കിടിലം. ക്ലൈമാക്സ് ഒക്കെ തോന്നിയത് ഒരു വരുത്തൻ, അനദർ ബ്ലോക്ക് ബസ്റ്റർ. ഇതല്ല പുള്ളിക്കാരി ലാസ്റ്റ് 15 മിനിറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ലാലേട്ടൻ്റെ മകളുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കമെന്ന് പറയുന്ന ആദ്യ സിനിമയുടെ റിലീസായിരുന്നു ഇന്ന്. എൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ലാലേട്ടൻ നമുക്കറിയാം, മലയാളികൾ നെഞ്ചിലേറ്റി ഇതുപോലൊരു നടനില്ല. പ്രത്യേകിച്ച് എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള നടൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല നടൻ ആരാന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ഏറ്റവും നല്ല നടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ മോഹൻലാലിൻ്റെ പേരേ പറയത്തുള്ളൂ. എൻ്റെ വിശ്വാസം അത്, എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പം ലാലേട്ടൻ്റെ മകൾ സിനിമയിലേക്ക് വരുന്നു. 35 വയസ്സോളം ഉള്ളൊരു പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് പറയാൻ പറ്റുന്ന 35 വയസ്സുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. സിനിമയോടുള്ളൊരു പാഷൻ കാരണമായിരിക്കാം ഒരു സിനിമ ചെയ്യണമെന്നുള്ളത്. ഒരു പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് കഴിയില്ല എന്നുള്ള തോന്നലുകൊണ്ടായിരിക്കാം കല്യാണം കഴിക്കാതിരുന്നത്. എനിവേ ആ ഒരു പാഷനിലേക്ക് പോയിരിക്കുന്നു, അത് ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. പടം ചെയ്തിരിക്കുന്ന മറ്റാരുമല്ല, 2018 പോലുള്ള വലിയ സിനിമ, അതായത് മലയാളത്തിൽ ഏറ്റവും കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയാണ് 2018. ആ ഒരു സിനിമയ്ക്ക് ശേഷം, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ജൂഡ് ആൻ്റണി ചെയ്യുന്ന ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ റിലീസാവുന്നതിന് മുമ്പ് ഈ വിസ്മയ കാണിച്ച ഒരു അബദ്ധമൊന്നും പറയാൻ പറ്റത്തില്ല. വിസ്മയ പറഞ്ഞ ഒരു നിലപാടിൻ്റെ പേരിൽ ഈ സിനിമ പൊട്ടിക്കാൻ വേണ്ടി, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് പൊട്ടിക്കാൻ വേണ്ടി വിസ്മയ മോഹൻലാലിൻ്റെ കരിയർ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില അപരാധികൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു സിനിമയുടെ പ്രമോഷൻ ജനൻ ടി വിയിൽ പ്രമോഷൻ കൊടുത്തായിരിക്കാം, അല്ലായിരിക്കാം, ജനൻ ടി വിയിൽ വന്ന ആ ഒരു പ്രമോഷനിൽ ആ ഒരു പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ മോഹൻലാലിനെ തെറി പറയുന്നു, മോഹൻലാലിനെ അവഹേളിക്കുന്നു. വിസ്മയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പറയാനിനിയൊന്നുമില്ല. ആ പേജിൽ മാത്രമല്ല, സകലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയുടെ പ്രമോഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ കമൻറ്റ് ബോക്സുകളിലും മുമ്പെങ്ങുമില്ലാത്ത രീതിയിലൊരു സൈബർ അറ്റാക്ക് ലാലേട്ടനെ പറയുന്നുണ്ട്. എസ്പെഷ്യലി വിസ്മയെ അവഹേളിക്കുന്നതിൻ്റെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ചില ആളുകൾ. ഇതിന് കാരണം എന്താണ്? കാരണം ഒന്നുമില്ല. അതായത് ഈ ഒരു പെങ്കൊച്ച് തൻ്റെ ഒരു നിലപാട്, അതായത് CJP സമരമായി ബന്ധപ്പെട്ട് തൻ്റെ ഒരു നിലപാട് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ഒരു നിലപാട് പറയുന്നു. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര്, അതായത് പാർട്ടി ഭേദമന്യേ RSSൻ്റെ മോഹൻ ഭഗത് എന്താ പറഞ്ഞത്? RSSൻ്റെ പ്രധാനിയായ മോഹൻ ഭഗത് പറഞ്ഞത് അവർക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്, CJPയുടെ ആളുകൾക്ക്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വിഷയത്തിൽ CJPക്ക് പാർട്ടി ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ സപ്പോർട്ട് കൊടുത്തിരുന്നു. ഒരുപാട് പേര്, കൃഷ്ണകുമാറിൻ്റെ മകള് ആനകൃഷ്ണൻ കൊടുത്തില്ലേ, BJPക്കാരനല്ലേ പുള്ളി. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ഒരു പെങ്കൊച്ചിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തിയ അപരാധികൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, എല്ലാ BJPക്കാരും ഞാൻ പറയുന്നില്ല, ഈ സൈബർ ഇടത്തിൽ കമൻ്റ് അടിക്കുന്ന അപരാധി മക്കൾ. ഇന്നലെ ആ ജനൻ ടി വിയുടെ പേജിൽ ജനൻ ടി വി ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. ജനൻ ടി വി, അതായത് മോഹൻലാലിൻ്റെ പടത്തിന് തുടക്കത്തിന് സപ്പോർട്ട് കൊടുക്കുകയെന്ന് ഈ TV ബഹിഷ്കരിക്കണമെന്നാണ് കമൻറ്റുകൾ. എടുത്തു നോക്കുക നിങ്ങൾ, ഞാനത് വെക്കുന്നില്ല, എടുത്തു നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. 19 വർഷമായിട്ട് മലയാള സിനിമയിൽ ഇത്രയും അധികം ശോഭിച്ച് നമ്മൾ നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നടൻ, മോഹൻലാലിനെ പോലുള്ളൊരു നടൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. പക്ഷേ ഇത് ഒരു തരത്തിലും അദ്ദേഹത്തെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനു മുമ്പും ഇതുപോലുള്ള തിക്താനുഭവങ്ങളൊക്കെ ലാലേട്ടനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹത്തെ ഇത് ബാധിക്കത്തില്ല. ഇതിൻ്റെ പ്രധാന കാരണം ആ പ്രതിഭയുടെ വലിപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനോ, ഒരു പ്രത്യേക മതവിഭാഗത്തിനോ, ഒരു പ്രത്യേക പാർട്ടിക്കോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ആളുകൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന, ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ലെന്നുള്ളതാണ് വാസ്തവം. അത്രയും അധികം ജനപ്രീതി അദ്ദേഹത്തിനുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മകൾ സിനിമയിലേക്ക് വരുമ്പം അത്തരത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ വലിയ പ്രതീക്ഷയുണ്ടാവും. ആരാധകർക്ക് വലിയ സന്തോഷമായിരിക്കും. എനിവേ പടം റിലീസായിരിക്കുന്നു. ഇവിടെ ഏറ്റവും സന്തോഷകരമെന്ന് പറയുന്നത്, ഈ ഒരു പടം പൊട്ടിക്കാൻ വേണ്ടി സമ്മിശ്ര റിവ്യൂ ആയിരുന്നെങ്കിൽ 8ാം നിലയെ പൊട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഒരാൾ പോലും ഈ സിനിമയ്ക്ക് മോശം അഭിപ്രായം പറയുന്നുള്ളൂ. റിവ്യൂ കയറിയ സാധാരണ നിലയ്ക്ക് ലാലേട്ടൻ്റെ പടങ്ങൾക്കെതിര് പറയുന്ന, റിവ്യൂ ചെയ്യുന്ന പ്രമുഖ വ്യക്തികൾ പോലും ഈ ഒരു പടത്തിന് എതിര് പറയുന്നില്ല. ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻ്റ് ആണെന്നാണ് പറയുന്നത്.
ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരം, അതിലും വളരെ മികച്ച രീതിയിലാണ് സെക്കൻഡ് ഹാഫ് എടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് പടം പോകുന്നതെന്നാണ് പറയുന്നത്. വലിയ സന്തോഷകരമായ കാര്യമാണ്. അതായത് ഈ സിനിമ പൊട്ടിക്കാൻ വേണ്ടി കാത്തിരുന്നവർക്ക് കനത്ത തിരിച്ചടി. ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. അത് ഈ സിനിമ മോശമായിരുന്നെങ്കിൽ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു കുട്ടി വീണ്ടും സിനിമയിൽ അഭിനയിക്കില്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിൽ ഇത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചത് ഒരു തീരാ ദുഃഖം തന്നെയാണ്. കാരണം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച്, എന്നാൽ ചോദിക്കും പൈസ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പലരും കമൻറ്റ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയല്ലേ പൈസ ഉണ്ടാക്കുന്നത്, അവരല്ലേ വലിയ ആൾക്കാരായി എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല സിനിമയാണ്. അപ്പോൾ സിനിമയിൽ നിൽക്കുക, മാക്സിമം പറ്റാവുന്നിടത്തോളം സിനിമകൾ ചെയ്യുക, ജനങ്ങളെ സന്തോഷിപ്പിക്കുക. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരെ ഇഷ്ടപ്പെടുമ്പോൾ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ കേവലം ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ അവർ ഒറ്റയടിക്ക് താഴെയിടുന്ന ഈ ഒരു പ്രവണത, ഈ ഒരു അവരായിത്തരം അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. സിനിമയുടെ ബാക്കി ആൾക്കാർ പറയുന്ന റിവ്യൂടെ ഞാൻ ഇതിൽ വെക്കാം. ഞാൻ സിനിമ കാണാൻ പോവുകയാണ്. നിങ്ങളും പരമാവധി ഈ സിനിമ കാണുക. മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. കാരണം ഒരു പെങ്കൊച്ച്, 10-35 വയസ്സുള്ള ഒരു പെങ്കൊച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പേരിൽ ആ പെങ്കൊച്ചിന് ലോകപരിചയമില്ല, ആ പെങ്കൊച്ച് ഇവിടെ അല്ല ജീവിച്ച് എന്നൊക്കെ പറഞ്ഞ അവരായത്തരം പറഞ്ഞുകൊണ്ട് വരിക, അപമാനിക്കുക. സ്വന്തം ആളെ പറയുമ്പോൾ ലാലേട്ടൻ മേജറിനെ സപ്പോർട്ട് ചെയ്യണം. ലാലേട്ടൻ ആരെയും അങ്ങനെ പബ്ലിക്കായിട്ട് കുറ്റം പറയുന്നൊരു പ്രകൃതമല്ല. ഒരു പാർട്ടിയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് പറയാറില്ല. ഒരു ആളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കാറുമില്ല. പലരും പറഞ്ഞ് മേജർ രവിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലാലേട്ടൻ വരുമെന്ന്. എന്തിനു സപ്പോർട്ട് ചെയ്യണം? സ്വന്തം ആളെക്കാട്ടിയും വലുതാണ് മേജർ രവി. 2 പടങ്ങളെടുത്ത്, ഒരു പടം എടുത്ത് ഹിറ്റാക്കി, ബാക്കിയുള്ള എല്ലാ പടങ്ങളും പൊട്ടിക്കുക ചെയ്ത്. ഇനിയും ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ആ ഡേറ്റ് ഒരു പക്ഷേ ഇതുകൊണ്ട് ഇല്ലാതാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള അപരാധന്മാർ ശ്രദ്ധിക്കുക. ഒരു പ്രതിഭയുടെ, അല്ലെങ്കിൽ വിസ്മയയ്ക്ക് പ്രതിഭ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ പടം എടുത്ത ആൾ നല്ല ഡയറക്ടർ ആയതുകൊണ്ട് ഈ സിനിമ വിജയിക്കുന്നു. അത്തരത്തിൽ പ്രതിഭയുള്ള ആളുകളെ തളയ്ക്കാൻ, അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ ഒരുത്തിനും കഴിയത്തില്ല. മനസ്സിലാക്കി വെക്കുക. പൊളിയായിരുന്നു. വിസ്മയ തകർത്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയുടെ ഡബിൾ കിട്ടിയായിരുന്നു. അടിപൊളി പടം. വിസ്മയ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആവുന്ന ആ ലെവലൊക്കെ ഉണ്ട്. ആ ഒരു ലെവലൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ രോമാഞ്ചമായിരുന്നു. ലാലയുടെ വന്ന സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലാലയുടെ കുറച്ച് നേരേ ഉള്ളൂ, എന്നാലും അടിപൊളിയായിരുന്നു. അതുപോലെ ചെറിയ ചായയും കടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല തുടക്കം. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ ഡബിൾ കിട്ടി. ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ നല്ലൊരു ഇംപ്രഷൻ, ഒരു എമോഷണൽ കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്തു. ഉണ്ടായിരുന്നു. കൊള്ളാം. നല്ല ഗംഭീര സിനിമയാണ്. ഈ വർഷം ഇറങ്ങിയതിൽ ഒരു മികച്ച സിനിമ എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് ഗംഭീര ത്രില്ലറായിട്ട് പോയിട്ട് സെക്കൻഡ് ഹാഫ് പ്യൂർ ആക്ഷൻ ത്രില്ലർ കിടിലായിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ ശാക്തീകരണ സംഭവമൊക്കെ, സോഷ്യൽ അവയർനെസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ഒരു വിസ്മയകരമായ തുടക്കം, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വിസ്മയം എന്ന് പറയുന്നത് നമ്മളെ ഇന്റർവ്യൂവിൽ കണ്ട് ഇതല്ല മാർഷൽ ആർട്സ് കിടിലം. ക്ലൈമാക്സ് ഒക്കെ തോന്നിയത് ഒരു വരുത്തൻ, അനദർ ബ്ലോക്ക് ബസ്റ്റർ. ഇതല്ല പുള്ളിക്കാരി ലാസ്റ്റ് 15 മിനിറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറി വൈസ് ബ്രോ നമ്മൾ സ്ഥിരം കണ്ടുമെടുത്ത സ്റ്റോറിയാണ്. പിന്നെ ലാലേട്ടൻ കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പരിപാടി തന്നെ വെച്ചേക്കുന്നത്, പരിപാടിയൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നാലും വിസ്മയ നല്ലോണം സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്റർവ്യൂവിൽ കണ്ടാണക്കുള്ള ഇതല്ല, റിപ്ലൈ ആണ് നെഗറ്റീവുകൾക്കുള്ള റിപ്ലൈ ആണ്. ായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നന്നായിരുന്നു ആ സിനിമ. പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയൊരു തുടക്കമാണ്. വിസ്മയ സൂപ്പറാണ്. മോഹൻലാലിന്റെ ലെഗസി. അങ്ങനെ തുടക്കത്തിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടു. ലാലേട്ടൻ ക്യാമിയോ തകർത്തുണ്ട്. ആന്റണി പെരുമ്പാവൂരും ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ക്യാമിയോ റോളി പ്രത്യേക ഒരു എഫക്റ്റ് തന്നെയാണ്. മാജിക്കൽ ഓറയാണ് ഉള്ളിക്കുള്ളത്. ലാലേട്ടൻ മനോഹര സിനിമ വേറെ പേസിലേക്ക് പോകുന്നുണ്ട്. വിസ്മയ വെച്ച് പറയുകയാണെങ്കിൽ അപ്പടെ പോലെ മാർഷൽ ആർട്സാണ് ചെയ്യുന്നത്, ആക്ഷനാണ് ചെയ്യുന്നത്. ഇനി കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്.